വാർത്തകൾ വിശദമാവുമ്പോൾ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും കാണാതായവർക്കുള്ള തെരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. 60ഓളം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായാണ് നിഗമനം. തെരച്ചിലിനായി കെടാവർ നായ്ക്കളെ എത്തിക്കും. SDRF, NDRF, കരസേന തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. 130 പേരെ രക്ഷപ്പെടുത്തി. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നുണ്ട്. രഞ്ജിൽ, കഴിഞ്ഞ ദിവസമാണ് വലിയ രീതിയിലുള്ള മേഘവിസ്ഫോടനം ഉണ്ടായത്. നിലവിൽ കിടക്കുന്നവരുടെ എണ്ണം കൂടുമെന്ന് ഇന്നലെ തന്നെ അറിയിച്ചതാണ്. നിലവിൽ 60ഓളം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായാണ് വിവരം. ഇന്നലെ 11 സൈനികരാണ് കുടുങ്ങിയത്. നിലവിൽ 2 പേരെ മാത്രമാണ് രക്ഷിച്ചത്. 9 പേർ കുടുങ്ങിക്കിടക്കുകയാണ്. നിലവിൽ അവിടെ റെഡ് അലേർട്ടാണ്. എങ്ങനെയൊക്കെയാണ് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ. അർജുന, ഇന്നലെയാണ് ഇത്തരത്തിൽ ഉത്തരകാശിയിൽ നിന്ന് 76 കിലോമീറ്റർ അകലെയുള്ള ധരാലി ഗ്രാമത്തിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടായത്. ഈ ഒരു മിന്നൽ പ്രളയത്തിൽ ഇന്നലെ തന്നെ 4 പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരുന്നു. കൂടുതൽ മരണസംഖ്യയൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇന്നലെ ഏകദേശം വൈകുന്നേരത്തോടുകൂടി ഉണ്ടായി ഈ അപകടത്തിൽ 60ഓളം പേരെ കാണാതായെന്നായിരുന്നു റിപ്പോർട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് ഇന്ന് രാവിലെ എത്തുമ്പോഴേക്കും ആ ഒരു സംഖ്യയിൽ നിന്ന് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ 60 പേരോളം 60ൽ കൂടുതൽ ആൾക്കാർ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായാണ് ഒരു വിവരമുള്ളത്. അതിൽ 130 പേരെ രക്ഷപ്പെടുത്തിയെന്ന ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. NDRF, SDRF, കരസേന തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. പക്ഷേ ഈ ഒരു മേഖലയിലേക്കുള്ള ഒരു പ്രവേശനം ദുഷ്കരമാണ്. കാരണം ആ ഒരു പ്രളയത്തെ തുടർന്ന് മണ്ണും മറ്റ് സാധനങ്ങളൊക്കെ ഒലിച്ചു വന്നതിനെ തുടർന്ന് അവിടെ ഒരു തിരച്ചിലിന് അങ്ങോട്ട് പോകാനുള്ള ഒരു വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തിരച്ചിലിന് അങ്ങോട്ട് എത്താനുള്ള ഒരു രക്ഷാദൗത്യത്തിന് അങ്ങോട്ട് എത്താനുള്ള ഒരു സാഹചര്യം കുറച്ച് ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ സേനകളെ എത്തിക്കാനുള്ള കാര്യം കൂടി ചർച്ചയാകുന്നുണ്ട്. എന്തായാലും ഇനി വരും മണിക്കൂറിൽ കൂടുതൽ സൈനികരെ അങ്ങോട്ട് എത്തിക്കും. ഇന്നലെ ഈ ഒരു പ്രളയത്തെ തുടർന്ന് 9 അല്ലെങ്കിൽ 11 സൈനികരെ കാണാതായിരുന്നു. അതിൽ 2 പേരെയാണ് കണ്ടെത്തിയത്. ബാക്കി 9 പേരുടെ കാര്യത്തിൽ എന്താണ് ഉണ്ടായതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു വിസ്ഫോടനം അല്ലെങ്കിൽ പ്രളയമുണ്ടായ ഒരു പ്രദേശത്ത് നിരവധി വീടുകളും മറ്റ് കെട്ടിടങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഒലിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൽ എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന കാര്യത്തിലൊക്കെ ഇനിയും റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ 60ഓളം പേരാണ് ഈ ഒരു അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായി ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ 130 പേരെ രക്ഷപ്പെടുത്തി എന്ന ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ന് ഈ ഒരു അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനായി കെടാവർ നായ്ക്കളെ എത്തിക്കുമെന്ന് ഒരു കാര്യം സേനാ വിഭാഗം പുറത്തുവിടുന്നുണ്ട്. അത്തരത്തിൽ കെടാവർ നായ്ക്കളെ എത്തിച്ചിട്ടായിരിക്കും തിരച്ചിൽ നടത്തുക. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഈ ഒരു സ്ഥലം സന്ദർശിക്കുമെന്ന കാര്യവും ഇപ്പോൾ സേനാ വിഭാഗങ്ങളിൽ അധികൃതർ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടെ ഉണ്ടായ ഈ ഒരു മിന്നൽ പ്രളയത്തിൽ 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. എത്രയോ പേരുടെ വീടും അതുപോലെ തന്നെ മറ്റ് കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്നു. നമുക്കറിയാം ഈ ഒരു മേഖലയിൽ കൂടുതലും വിനോദസഞ്ചാരികൾ എത്തുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുപോലെ തന്നെ ഈ ഒരു മരിച്ചവരിൽ ഈ ഒരു പ്രദേശത്തുള്ളവരാണോ അതോ വിനോദസഞ്ചാരത്തിന് എത്തിയവരാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും 4 പേരുടെ മരണമാണ് നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യത്തിലെല്ലാം വ്യക്തത അല്ലെങ്കിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കൂടുതൽ സേനാ വിഭാഗങ്ങളെ പ്രദേശത്ത് വിന്യസിക്കാനുള്ള നടപടിയൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. NDRF, SDRF, കരസേന, വ്യോമം എല്ലാം തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു രക്ഷാപ്രവർത്തനം ദുഷ്കരമായാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഈ ഒരു പ്രദേശത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോകുന്ന വഴിയിൽ വണ്ടികളെല്ലാം തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കെടാവർ നായ്ക്കളെ എത്തിക്കാനുള്ള ഒരു കാര്യമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് സേനാ വിഭാഗങ്ങളും വ്യക്തമാക്കുന്നത്. ഈ ഒരു മരണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. അത് ഇനി വരും മണിക്കൂറുകളായിരിക്കും
ആയിരിക്കും പുറത്തു വരിക. എന്തായാലും മുഖ്യമന്ത്രി ഈ ഒരു പ്രദേശം വിലയിരുത്തി സാഹചര്യം വിലയിരുത്തി കൂടുതൽ നടപടികളിലേക്ക് കടക്കും. ഈ ഒരു കെടാവർ നായ്ക്കളെ വരും മണിക്കൂറിനുള്ളിൽ തന്നെ എത്തിക്കുന്നതായിരിക്കും. തുടർന്നായിരിക്കും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള നടപടികൾ തുടരുക. 130 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളത് ഒരു നല്ലൊരു സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ ഒരു മിന്നൽ പ്രളയത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിലൊരു മിന്നൽ പ്രളയം ഉണ്ടായത്. ഈ ഒരു ധരാലി ഗ്രാമം മൊത്തം ഈ ഒരു പ്രളയത്തിൽ ഒലിച്ചുപോയി. നിരവധി വീടുകളും കെട്ടിടങ്ങളൊക്കെ തന്നെ ഒലിച്ചുപോയി. ഇന്നലെ പുറത്തു വന്ന ആ ഒരു ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഈ ആളുകൾ ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. പ്രളയം ഒരു സൈഡിൽ നിന്ന് വരുന്നു, മറ്റ് അപ്പുറത്തെ സൈഡിൽ കൂടെ ആളുകൾ രക്ഷപ്പെടുന്നു. അത്തരത്തിൽ ഓടി രക്ഷപ്പെട്ടവരൊക്കെ തന്നെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെയാണ് ഇനി രക്ഷപ്പെടുത്തേണ്ടത്. 130 പേരെ ഇന്നലെ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണ് ഇനി കൂടുതൽ ആൾക്കാരെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അത് എത്ര പേരാണ് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനിയും വ്യക്തത അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. അത് വരും മണിക്കൂറിലായിരിക്കും വരിക. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. NDRF, SDRF, കരസേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. കെടാവർ നായ്ക്കളെ എത്രയും പെട്ടെന്ന് എത്തിച്ച് കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങും. എന്തായാലും നിലവിൽ ഈ ഒരു പ്രളയത്തിൽ 4 പേരാണ് മരിച്ചിരിക്കുന്നത്. ബാക്കി മരണസംഖ്യയുടെ കാര്യത്തിലൊന്നും തന്നെ വ്യക്തത വന്നിട്ടില്ല, അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അജുന, തീർച്ചയായും രഞ്ജിൽ, നമുക്കറിയാം ഇന്നലെ മേഘവിസ്ഫോടനം ഉണ്ടായി. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ മറ്റൊരു മേഘവിസ്ഫോടനം തന്നെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്നു. അത്തരത്തിൽ അവിടെ സ്ഥിതിഗതികൾ വളരെയധികം ദുഷ്കരമാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടായ ആ ഒരു പ്രദേശത്തെ പാലമടക്കം തകരുമ്പോൾ ഇത്തരത്തിൽ NDRF ഇപ്പോൾ നിലവിൽ കെടാവർ നായകളടക്കം കൊണ്ടുവരുന്ന ആ ഒരു സാഹചര്യം ദുഷ്കരമാവുകയാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പിന്നെയും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം വൈകുകയല്ലേ ചെയ്യുക? അത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ കൂടാനല്ലേ സാധ്യത എന്നതടക്കമുള്ള ചോദ്യമാണ് മുന്നിലുള്ളത്, അല്ലേ? തീർച്ചയായും ഈ ഒരു റോഡുകളുടെ അവസ്ഥയും അതുപോലെ തന്നെ ആ ഒരു പ്രദേശം കുത്തനെയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യം കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ്. അതുകൊണ്ടാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം ഇത്തരത്തിൽ വൈകുന്നത്. ഇനി കെടാവർ നായ്ക്കൾ ഉൾപ്പെടെയുള്ള സേനകളെയും ഹെലികോപ്റ്റർ മാർഗം പ്രദേശത്തേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഉത്തരകാശിയിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ സേനകളെ വിന്യസിപ്പിക്കുക. ഈ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു ഭൂപ്രകൃതിയാണ് ഇത്തരത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നത്. കാരണം മോശം കാലാവസ്ഥ, അതുപോലെ തന്നെ ഈ പ്രളയം ഒഴുകി വന്ന പ്രദേശത്ത് കല്ലും മണ്ണും അതുപോലെ തന്നെ മരങ്ങളൊക്കെ തന്നെ നിൽക്കുന്ന ഒരു റോഡ് ആകെ സഞ്ചാരയോഗ്യമല്ലാത്തൊരു സ്ഥിതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കരമാർഗം അങ്ങോട്ട് എത്തുക എന്ന് പറയുന്നത് കുറച്ച് ദുഷ്കരമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹെലികോപ്റ്റർ മാർഗം മറ്റ് സേനകളെയൊക്കെ അങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ സൈന്യം കടക്കുന്നത്. ആ ഒരു കാര്യത്തിൽ വരും മണിക്കൂറിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് കൂടുതൽ സൈനികരെ അല്ലെങ്കിൽ കൂടുതൽ സേനാ വിഭാഗത്തെ ഹെലികോപ്റ്റർ മാർഗം പ്രദേശത്ത് എത്തിച്ചതിന് ശേഷമായിരിക്കും രക്ഷാപ്രവർത്തനം കൂടുതൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുക. എന്തായാലും കെടാവർ നായ്ക്കളെയൊക്കെ ഹെലികോപ്റ്റർ മാർഗം തന്നെയായിരിക്കും ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കുക. കാരണം കരമാർഗം പോകാനുള്ള ഒരു സാഹചര്യം കുറച്ച് ദുഷ്കരമായതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ മാർഗമായിരിക്കും ഇവരനൊക്കെ തന്നെ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കുക. തുടർന്നായിരിക്കും കൂടുതൽ ആളുകൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഒന്നുകൂടി കൂടുതൽ ആളുകൾ അവിടെ വിന്യസിക്കുക. എന്തായാലും നിലവിൽ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാഹചര്യം തള്ളിക്കളയാനാകില്ല. കാരണം എത്ര പേര് എവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ആ ഒരു ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാം. ആ ഒരു പ്രളയം ഒലിച്ചു വന്ന ഒരു സമയത്തിൽ ആ ഒരു പ്രദേശം മൊത്തം തന്നെ തുടച്ചു നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി പേർ ഓടി രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. കെട്ടിടങ്ങളൊക്കെ തന്നെ തകർന്ന് വീണിട്ടുണ്ടായിരുന്നു. ആ കെട്ടിടങ്ങളുള്ളിൽ ആരൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ എത്ര പേര് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അത്തരത്തിൽ ആളുകളുടെ കണക്കനുസരിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരേണ്ടതുണ്ട്. അതെല്ലാം വന്നതിന് ശേഷമായിരിക്കും മരണസംഖ്യ ഇനിയും ഉയരുമോ അല്ലെങ്കിൽ എത്ര പേർ കാണാതായി എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ ഈ ഒരു പ്രദേശത്ത് മുഖ്യമന്ത്രി എത്തി സന്ദർശനം നടത്തിയതിനു ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തുവിടുക. ഈ ഒരു പ്രദേശം വിനോദസഞ്ചാര മേഖലയാണ്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ എത്ര പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര പ്രദേശവാസികളുണ്ടായിരുന്നു ആ കാര്യത്തിലൊക്കെ തന്നെ ഇനിയായിരിക്കും വ്യക്തത വരേണ്ടത്. എന്തായാലും ആളുകളുടെ കണക്കുകളെ കുറിച്ചുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വന്നിട്ടില്ല. പ്രദേശത്ത് എത്ര പേരുണ്ടായിരുന്നു, എത്ര പേര് കാണാതായിട്ടുണ്ട് എന്ന കാര്യത്തിലൊക്കെ ഇനി വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് വ്യക്തത ലഭിക്കുക. നിലവിൽ 4 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഒന്നും തന്നെ നമുക്ക് സ്ഥിരീകരണം വന്നിട്ടില്ല. സൈനികരുടെ കാര്യത്തിൽ 11 സൈനികരെ കാണാതായിരുന്നു. അതിൽ 2 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കി 9 പേരുടെ കാര്യത്തിലും സ്ഥിരീകരണങ്ങളോ അല്ലെങ്കിൽ വ്യക്തതയോ വന്നിട്ടില്ല. അതെല്ലാം തന്നെ ഇനിയാണ് കണ്ടെത്താൻ
പറയാനുള്ളത്. 130 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഈ ഒരു പ്രളയത്തിൽ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു കാര്യം. 130 പേരുടെ ജീവൻ രക്ഷിക്കാനായി. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഈ ഒരു അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ കാര്യത്തിൽ അവരുടെ ജീവൻ നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ മരിച്ചോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോഴായിരിക്കും നമുക്കറിയാൻ സാധിക്കുക. കെടാവർ നായ്ക്കൾ എത്തിച്ചോടുകൂടി തന്നെ ഈ ഒരു അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് സേനാ വിഭാഗം അറിയിക്കുന്നത്. എന്തായാലും കരസേന, NDRF, SDRF തുടങ്ങിയ സേനകളെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്നലെ തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇന്നും അത്തരത്തിൽ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അജന, തീർച്ചയായും മറ്റൊരു ചോദ്യം കൂടിയുണ്ട് രഞ്ജിൽ. നിലവിൽ രക്ഷപ്പെടുത്തിയവരുടെ ആരോഗ്യസ്ഥിതി എപ്രകാരമാണ്? നമുക്കറിയാം ധരാലിയിലെ ഹർഷൽ സൈനിക ക്യാമ്പിലേക്കാണ് നിലവിൽ രക്ഷപ്പെടുത്തിയവരൊക്കെ മാറ്റിയിരിക്കുന്നത്. അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചോ? എന്താണ്? നിലവിൽ രക്ഷപ്പെടുത്തിയവരെ എല്ലാം തന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി അവർക്ക് വേണ്ട ചികിത്സ നൽകിയിട്ടുണ്ട്. ആരുടെയും നില ഗുരുതരമല്ല. എല്ലാവർക്കും വേണ്ട ചികിത്സയെല്ലാം നൽകി. സൈനിക കേന്ദ്രത്തിലോട്ട് തന്നെയാണ് മാറ്റിയത്. അവരുടെ വേണ്ട പ്രാഥമിക ചികിത്സയെല്ലാം നൽകിയിട്ടുണ്ട്. അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളില്ല എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. രക്ഷപ്പെടുത്തിയ 130 പേരും നിലവിൽ ആരോഗ്യനില സ്ഥിതി കുഴപ്പമില്ലാതെ തുടരുന്നുണ്ട്. എന്തായാലും അവരുടെ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇനി കുടുങ്ങിക്കിടക്കുന്നവരുടെ കാര്യത്തിലാണ് ഇനി കൂടുതൽ നമുക്കറിയേണ്ടത്. കാരണം ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടായ ഒരു പ്രളയമാണ്. ഇത്ര നേരമായിട്ടും അവർ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യനില ഗുരുതരമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇനി രക്ഷാപ്രവർത്തനത്തിന് മുന്നോട്ട് പോകുന്നവർ കൂടുതലായി നോക്കുക. ഈ ഒരു അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാനുള്ള ഒരു കാര്യമായിരിക്കും അവർ ആദ്യം പരിഗണന കൊടുക്കുക. ആ ഒരു കാര്യത്തിലായിരിക്കും ആദ്യം രക്ഷാപ്രവർത്തനം നടക്കുക. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള കാര്യം ആദ്യം നോക്കിയതിന് ശേഷമായിരിക്കും മറ്റു ആൾക്കാരെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് നടക്കുക. എന്തായാലും മരണം ഇപ്പോൾ 4 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. ബാക്കി സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ തന്നെ സേഫ് ആണെന്ന കാര്യമാണ് ഇപ്പോൾ സേനാ വിഭാഗം അറിയിക്കുന്നത്. 130 പേര് സേഫായി ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണ് ഇനി 60ഓളം പേരെന്ന് പറയുമ്പോൾ ഇനിയും അത് ഉയരാനുള്ള സാഹചര്യമുണ്ട്. കാരണം വലിയൊരു പ്രദേശമാണ്, വലിയൊരു ഗ്രാമമാണ്. ധരാലി എന്ന് പറയുന്ന ഗ്രാമം മൊത്തത്തിലാണ് ഈ ഒരു പ്രളയത്തിൽ ഒലിച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു 60 എന്നുള്ള ഒരു സംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ ഒരു കാര്യത്തിലൊക്കെ തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഒരു പ്രളയത്തിന് ശേഷം ഗീർഗംഗയിലെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അജുന പറഞ്ഞ പോലെ ഈ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായി. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തൊട്ടടുത്ത പ്രദേശത്ത് വീണ്ടും ഒരു മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതൽ പേരെ കാണാതായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാണാതായവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അല്ലെങ്കിൽ അവരുടെ വിവരങ്ങളൊക്കെ തന്നെ പുറത്ത് വരേണ്ടതുണ്ട്. അതെല്ലാം തന്നെ ഇനി നമുക്ക് രക്ഷാപ്രവർത്തനം തുടങ്ങിയ ശേഷമായിരിക്കും എത്ര പേര് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുകയുള്ളൂ. എന്തായാലും നിലവിൽ 4 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അജുന, വ്യക്തമാണ്. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും കാണാതായവർക്കുള്ള തെരച്ചിൽ 2ാം ദിവസവും തുടരുകയാണ്. ഏകദേശം 40-ൽ കൂടുതൽ പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായാണ് നിഗമനം. തെരച്ചിലിനായി കെടാവർ നായ്ക്കളെ എത്തിക്കും. എന്നിരുന്നാലും അവിടെ എത്തിച്ചേരുക എന്നത് ദുർഘടമായി തുടരുകയാണ്. പാലം അടക്കമുള്ളവ ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. നിലവിൽ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാണ്. മഴ അവിടെ വളരെയധികം കൂടുതലാണ്. റെഡ് അലേർട്ടാണ്. നിലവിൽ SDRF, NDRF, കരസേന തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. നിലവിൽ 130 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. രഞ്ജിൽ രാജാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.